പ്രത്യേക ശ്രദ്ധയ്ക്ക് കാറുകുലുക്കി പാതിരി നല്ലവനായി ഇനി ദയവായി ഉപദ്രവിക്കരുത്. ആലപ്പുഴ ഹരിപ്പാടിനടുത്തുള്ള കരിയിലക്കുളങ്ങരയിൽ 22-കാരിയായ യുവതിയുമൊത്ത് ദേശീയപാതയോരത്ത് അനാശാസ്യം നടത്തവേ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ച കൊല്ലം കുണ്ടറ പെരുമ്പുഴി തെക്കേപ്പന വീട്ടിൽ സജി വർഗീസ് എന്ന ഓർത്തഡോക്സ് പാതിരിയെ സഭ ബോംബെ ഭദ്രാസനത്തിലേക്ക് കടത്തുകയും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ മുംബൈ മലാടുള്ള സെയിന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തപ്പോൾ ഇടവകക്കാർ പ്രതിഷേധിക്കുകയും അവർ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടവകക്കാരുടെ പ്രതിഷേധമൊന്നും കണക്കിലെടുക്കാതെ ഭദ്രാസന മെത്രാൻ ഇദ്ദേഹത്തെ വികാരിയായി നിയമിക്കുകയും ചെയ്തു. വണ്ടികുലുക്കി പാതിരിയുടെ കുർബാന കാണുവാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്നാ ഛേദം എന്ന് ചോദിച്ച് ഇടവകയിൽ 2 വിഭാഗമായി നിന്ന് അടി തുടങ്ങിയത് മുതലെടുത്താണ് മെത്രാൻ ഞരമ്പ് പാതിരിയെ അവിടെ വീണ്ടും പ്രതിഷ്ഠിച്ചത്. വണ്ടികുലുക്കി പാതിരി ഇപ്പോൾ വളരെ നല്ലവനായെന്നും അദ്ദേഹത്തെ ഇനി ഉപദ്രവിക്കരുതെന്നും അഭ്യർത്ഥിച്ച് ഒരു സത്യവിശ്വാസി എന്നെ വിളിച്ചത് കേൾക്കുക. ഞാൻ വിളിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ്, സെൽവാസ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. എന്റെ പേര് KJ ജോസ്, എന്റെ നാട് കോന്നിയിലാണ്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സുനിൽ. എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ ഞാൻ സുനിലിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നത് സത്യവുമാണ്. എങ്കിലും ഞാൻ ഇപ്പോൾ ഇത് വിളിച്ചതെന്ന് പറഞ്ഞാല് നമ്മുടെ ബോംബെ മലാട് പള്ളിയിൽ ഇരിക്കുന്ന സജീവത്തിനെ പറ്റി ഈ അടുത്ത സമയത്ത് ഒന്ന് കണ്ടു. പറഞ്ഞാല് ഞാൻ പറയുന്നത് ഇപ്പോൾ സുനിൽ വേറൊന്നും ധരിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സുനിൽ. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ സുനിൽ ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. കാരണം എനിക്ക് 67 വയസ്സുള്ള ഒരു മകനെ പോലുള്ള ഉള്ളൂ സുനിൽ. അതുകൊണ്ട് ഞാൻ പറയാം, പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ ഇത് 4 പേര് കേൾക്കത്തക്ക രീതിയിൽ ഇടുകയും വേണം. കാരണം സജീവച്ചന് ശരിയാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് കണ്ടില്ല, തെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇവിടെ ഞങ്ങളുടെ സെൽവാസ പള്ളിയിലും വികാരിയായിട്ട് ഇരുന്നതാണ്. പക്ഷെങ്കിൽ ഇവിടെ വന്ന് പല അനുഭവങ്ങളും നല്ല സർട്ടിഫിക്കറ്റാ പുള്ളിക്ക് ഉള്ളത്. അതായത് പറയുകയാണെങ്കിൽ ബൈബിളിൽ പോലും നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർ 12 പേരുണ്ട്. അവരും പലരും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അവരെ ദൈവം വീണ്ടും അവരെ തെരഞ്ഞെടുക്കുക ചെയ്ത്. കർത്താവിന്റെ ശിഷ്യന്മാർ ആരെങ്കിലും പെണ്ണ് പിടിക്കാൻ പോയതായിട്ട് അച്ഛൻ അറിവുണ്ടോ? ബൈബിളിൽ പറയുന്നുണ്ടോ? തെറ്റ് എല്ലാം തെറ്റാണ്. പെണ്ണ് പിടിച്ചാലും ഒരാളെ കൊല ചെയ്താലും തെറ്റ് തന്നെയാ. അതെന്ത് പറഞ്ഞാലും ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരുത്തനെ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വ്യഭിചാരം ചെയ്യുകയോ ഇതൊക്കെ അതെല്ലാം പാപത്തിൽപ്പെടുന്നതാ. ഒരു പ്രത്യേകം തരം പാപം ഇല്ല, പാപം എല്ലാം ഒന്നുമല്ല. പക്ഷെങ്കിൽ പുള്ളി അതിനെ പശ്ചാത്തപിച്ച് എല്ലാം വന്നു. അതായത് നിങ്ങളിൽ പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്നൊരു വ്യഭിചാരി സ്ത്രീയോട്. ഇത് വ്യഭിചാരം നടത്തുന്ന എല്ലാ പാതിരിമാരും ബിഷപ്പുമാരും ഈ വാക്യത്തിലാണ് പിടിച്ചു നിൽക്കുന്നത് ആന്നു. പക്ഷെങ്കിൽ ഇപ്പൊ പുള്ളിക്ക് എല്ലാം പശ്ചാത്തപിച്ച് ഞങ്ങളുടെ ഇടവകയിൽ 4 വർഷം ഇരുന്ന ഒരു വ്യക്തിയാണ്. നല്ല മനുഷ്യൻ എന്നുള്ള എനിക്ക് അനുഭവമുണ്ട്. മലാട് പള്ളിയെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ അവിടെ ഉള്ളവരെല്ലാം താപ്പാനുകൾ. അവരെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം. ഞാൻ ഇവിടെ ഏകദേശം 1974 ഞാൻ നാട് വിട്ടതാണ്. അപ്പൊ എനിക്ക് ബോംബെ ഇവിടെ എല്ലാം ഉൾപ്പെടപ്പെട്ട എല്ലാ ആൾക്കാർ ബോംബെ പ്രദാസനത്തിൽ ഞങ്ങളുടെ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴും മലാടുകാര് സാദറുകാര് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആൾക്കാർ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം കൊണ്ടും തികഞ്ഞവരെന്ന് മനോഭാവമുള്ള ഒരു വ്യക്തികളാണ് അവര്. ഞാൻ സുനിലിനോട് കുറ്റം പറയല്ല, സുനിൽ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ചില വിട്ടുവീഴ്ചകൾ കൂടെ ദൈവം തമ്പുരാന്റെ മുമ്പിൽ ചെയ്തിരിക്കണമെന്ന് ഒരു അഭ്യർത്ഥന. കാരണം പ്രായമായ പെൺമക്കളാണ്, നമ്മൾ അവരെ കൂടെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം. പ്രായം ചെന്ന 2 പെൺകുഞ്ഞുങ്ങളാണ്. ഇപ്പൊ വേണേ സുനിൽ ചോദിക്കും അവർക്ക് ഈ അനുഭവം വന്നാൽ അച്ഛന് കണ്ടുകൊണ്ടിരിക്കും, അവരെ നോക്കിയിരിക്കും. ശരിയാണ്. പക്ഷെങ്കിൽ പാപികളെ വീണ്ടെടുക്കുവാനാണ് കർത്താവ് വന്നത്. മാനസാന്തരം വന്നാൽ അത് കർത്താവ് അതിനെ സ്വീകരിക്കുമെന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ പുരോഹിതർ എന്ന് പറയുന്നത് ഇവർ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സ്ഥലം എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് വിശുദ്ധ മദ്ബഹ എന്നാ പറയുന്നത്, അല്ലേ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന വിശുദ്ധ മദ്ബഹ. അന്നേരം അങ്ങനെയുള്ള ഒരു വിശുദ്ധ മദ്ബഹയില് ഒരു വ്യഭിചാരി, പുരോഹിതന്മാർക്ക് ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിൽ പറയുന്നുണ്ട് ഒരു പുരോഹിതൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന്. അങ്ങനെയുള്ള, അതായത് ഞാനോ അച്ചായനോ എന്തുകൊണ്ടൊരു വൈദികത്വത്തിലേക്ക് പോയില്ല? കാരണം നമുക്ക് അത്തരത്തിൽ ഒരു നിഷ്ഠ പലപ്പോഴും പാലിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റത്തില്ലെന്നും തോന്നലുള്ളതുകൊണ്ടാണ് നമ്മൾ അത്തരം ഒരു മാർഗം സ്വീകരിക്കാതെ നമ്മൾ കുഞ്ഞാടുകളായിട്ട് താഴെ നിൽക്കുന്നത്. അന്നേരം നമ്മുടെ ഇടയൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ എല്ലാ കാര്യത്തിലും ഒന്ന് ഓർത്ത് നോക്കി. താഴെ നമ്മൾ വിശുദ്ധ മദ്ബഹയില് വിശ്വാസിയായിട്ട് നിൽക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കി. ഒരു കാറില് നടു റോഡില് ഇന്ന് കുർബാന അർപ്പിക്കുന്നവരെല്ലാം പരിശുദ്ധന്മാരാന്ന് ഞാൻ പറയുന്നില്ല. ഇയാൾ പിടിക്കപ്പെട്ടു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഇയാളിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനേക്കാളും ആവാസം മരുന്ന് കുർബാന അർപ്പിക്കുന്നുണ്ട്, പല പദവികളിൽ ഇരിക്കുന്നുണ്ട് സഭയുടെ, അല്ലേ? കൊലക്കേസിൽ പ്രതികൾ വരെ ഉണ്ട്, പിടിക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇയാള് റോഡ് സൈഡിൽ വെച്ച്
ഇയാളുടെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് പബ്ലിക് റോഡിലിട്ട് നാട്ടുകാരാ പിടിച്ചത്. നാട്ടുകാർ പിടിച്ചു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നു. അന്നേരം ഇത്തരത്തിലൊരു കളങ്കിതനായ ഒരു വ്യക്തിയെ, അതായത് ഈ പദവിക്ക് ഒരു പരിശുദ്ധി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. വൈദിക പദവി എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായ പദവിയാണെന്നും അതിൽ വലിയൊരു ഒന്ന് അവരുടെ കൈകൾ എന്ന് പറഞ്ഞാൽ പവിത്രവും പരിശുദ്ധമാണെന്ന് പറഞ്ഞ ഒരു പട്ടാപ്പകൽ ഒരു പെൺകുട്ടിയെ, മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ റോഡിലിട്ട് ഉപയോഗിച്ച്, അതും കാറിലിട്ട് ഉപയോഗിച്ചവൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നമ്മൾ താഴെ നിന്ന് കുരിശ് വരച്ച് നിൽക്കുക. ഇവൻ അർപ്പിക്കുന്ന കുർബാനയിലാണ് പരിശുദ്ധാത്മാവ് അന്നേരം ഇറങ്ങി വരേണ്ടുന്നത്. അന്നേരം ഇവൻ വിളിച്ചാൽ വരുന്നതാണ് പരിശുദ്ധാത്മാവെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് അന്നേരം ആരാ? ഇത്രയും കളങ്കിതനും മിളയച്ചനും. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു ശിക്ഷ ഇപ്പൊ ഓരോ നിയമവ്യവസ്ഥയിലും മതവിഭാഗങ്ങളിലാണെങ്കിലും രാജ്യത്തിന്റെ നിയമങ്ങളാണെങ്കിലും ചില ശിക്ഷാവിധികൾ, നിയമ നടപടികൾ എന്തുകൊണ്ട് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഷുഡ് ബി എ ഡെറ്ററന്റ് ഫോർ ഓൾ. മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത്തരം തെറ്റുകളിലേക്ക് ഇനിയും ഭാവിയിൽ ഏർപ്പെടാതിരിക്കാൻ സഹായിക്കും. പിന്നെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്യൂരിറ്റി, ഒരു സാങ്ക്ടിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വരെ അത് വിഭാവനം ചെയ്യുന്നു. അങ്ങനെ ഉള്ള ഒരാൾ ഇപ്പൊ പറയാണ് പരസ്പരം കൺസേൺഡോടുകൂടിയാണെന്ന് പറഞ്ഞാലും അദ്ദേഹം ഒരു പുരോഹിതനാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഒരു സന്യസ്തനായ ഒരു പുരോഹിതനാണെങ്കിൽ അവന് ഈ പറഞ്ഞ പോലെ ഒരു ആർത്തി കൊണ്ടും ഇത് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് വേണം വിചാരിക്കാം. ഭാര്യയും 2 പെൺകുട്ടികളുമുള്ള ഒരു വൈദികനാണിത്. അദ്ദേഹത്തിന്റെ ശാരീരിക ആവശ്യങ്ങൾക്കെല്ലാം ഉള്ള അവസ്ഥ സഭ തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാള് ഇങ്ങനെ ഈ പെരുവഴിയിൽ ഈ പുരോഹിതനെ ഓർക്കുകയാണ്, ഈ പുരോഹിതന്റെ മകളെയാണ് ഇതുപോലെ ഒരു അവസരം വരുന്നെങ്കിൽ ഇദ്ദേഹം എന്തായിരിക്കും? അന്നേരം അദ്ദേഹം തന്നെ സത്യം പറഞ്ഞാൽ ഇത് സഭ മാറ്റി നിർത്താതെ, അല്ലെങ്കിൽ ഞാൻ കളങ്കപ്പെട്ടു, ഞാൻ ഇനി ഈ പദവി വഹിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ പൗരോഹിത്യം കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നീ ഏർപ്പെട്ടാൽ നിന്റെ പൗരോഹിത്യം സ്വയം ഉരിയപ്പെടും എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ സ്വയം ഉരിയപ്പെട്ട പൗരോഹിത്യവുമായി നിന്നാണ് ഇയാൾ ഈ വളരെ ശ്രേഷ്ഠവും സ്വർഗീയവും ദൈവികവുമായ ബലി അർപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നടുറോഡിൽ കിടന്ന് ഈ പണി കാണിച്ചവനാണ് ഈ നിന്ന് ഈ കുർബാന കളിക്കുന്നതെങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് ഇതിനെ കുർബാന കളിക്കുക എന്ന് പറയുന്നത്. കുർബാന അർപ്പിക്കുക എന്നുള്ള പദം ഞാനിപ്പോ പ്രയോഗിക്കത്തില്ല. ഈ ആഭാസന് വരെ അർപ്പിക്കാമെങ്കിൽ പിന്നെ ഇതിന് എന്ത് വിലയാ ഉള്ളത്? അന്നേരം അത്തരത്തിലൊരു പരിശുദ്ധാത്മാവ്, ഒരു ദൈവിക ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവൻ ആ പറയുന്ന ബലിപീഠത്തിൽ കാലി ചവിട്ടുമ്പോൾ ഇവൻ കരിഞ്ഞു പോകില്ലായിരുന്നോ? ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് നമ്മൾ പഴയ നിൽപ്പ കാലഘട്ടത്തിലടക്കം നമുക്ക് ദൃഷ്ടാന്തമായി പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോദോം ഗോമോറയെ വരെ തീയും ഗന്ധവും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അന്നേരം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറൻസ് എന്നതിലുപരി ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് മിനിമം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ജോലി എടുത്ത് ജീവിക്കാനുള്ള കഴിവുണ്ടാവും. കുർബാന കളിയും പാതിരിപ്പണിയും ചെയ്ത് മാത്രമേ ഇയാൾ കുടുംബം പുലർത്താവുന്നുള്ളോ? ഇല്ല. ഇവിടെ കോടിക്കണക്കിന് ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? അതുപോലെ ഇയാൾക്ക് എന്തൊക്കെ പണി ചെയ്യാം? ഓഫീസ് വർക്ക് ചെയ്യാം, വേറെ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യാം. ഒന്നും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വല്ല പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനിൽ നിന്ന് കുടുംബം പോട്ടത്തില്ല, വല്ല വണ്ടി ഓടിച്ചാലും കുടുംബം ചെയ്താൽ മതി. കുർബാന കഴിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അന്നേരം എനിക്കല്ല ഇതിനകത്തെ പ്രശ്നം. ഇതെന്തോ പവിത്രവും പരിശുദ്ധവും പരിപാവനവുമാണെന്ന് നിൽക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളെയാണ് ഇവന്മാര് കളിയാക്കുന്നത്. ഇതിലൂടെ ഇവന്മാരുടെ കഞ്ഞിയിൽ ഇവന്മാർ തന്നെ പാറ്റിയിടുന്ന പരിപാടിയാ. ഇപ്പൊ എന്നെ പോലുള്ള ഒരാള്, ഞാൻ വളരെ ആത്മീകമായി ഇതിനോടൊക്കെ അടുത്ത് നിന്നൊരു വ്യക്തിയാ. എന്റെ മനസ്സിലുള്ള ചിന്തയാണ് ഞാൻ ഷെയർ ചെയ്തത്. എനിക്ക് പോലും തോന്നടാ, ഈ കള്ളനാണ്, ഇത്തരത്തിലുള്ള ഒരു നികൃഷ്ടനാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന സാധനം അർപ്പിക്കുന്നതെങ്കിൽ ഇതിന് എന്ത് വിശുദ്ധിയാ ഉള്ളത്? മാനസാന്തരം എന്നുള്ള 2000-കാർ ഇപ്പൊ അയാൾ റിപ്പൻഡന്റ്, അയാൾ പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി, മനുഷ്യക. എന്നിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് സ്വയം പശ്ചാത്തപിച്ച് അദ്ദേഹത്തെ സഭ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ എല്ലാവരും നിൽക്കുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞമാര് നിൽക്കുക തിരിഞ്ഞ്. കാരണം ഇതിനേക്കാളും കൊടികെട്ട ഇനങ്ങളാണ് ഇരിക്കുന്നത്. അവർക്ക് ഒരു കാരണവശാലും നടപടിയെടുത്ത മെത്രാൻ ഇപ്പൊ നടപടി എടുത്തു കഴിഞ്ഞാൽ മെത്രാന്റെ 100 കേസുകൾ ഇവര് വിളിച്ചു പറയും. വേറെ ഏതെങ്കിലും സഭാസ്ഥാനിയാണെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയും. അന്നേരം അതുകൊണ്ട് ഇങ്ങനെയുള്ള പണികൾ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടുന്നത്, നമ്മളിത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വെച്ചാൽ ഇവന്മാര് സ്വയമായിട്ട് വിചാരിക്കണം, ഞാൻ ഏതായാലും ഈ പണിയിൽ ഇരുന്നുകൊണ്ട്, കാരണം ഈ ലോഹയുടെ ഈ വെള്ള നൈറ്റിയുടെ പച്ചയിലാണല്ലോ അവൻ ഈ പണിക്ക് ഇറങ്ങിയത്. ഒരു അവന്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവന് ഉപയോഗിച്ചെങ്കിൽ ആ വെള്ള നൈറ്റിയുടെ പച്ചയിലാണ്. ഒരു വൈദികൻ എന്ന പദവിയാണ് അവൻ ദുരുപയോഗം ചെയ്തത്. ഏതോ ഒരു പാവപ്പെട്ടവന്റെ മകളായിപ്പോയി. അച്ചാന്റെയോ എന്റെയോ ഒരു മകളായിരുന്നല്ലോ അത്. അച്ഛൻ അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വിളിക്കും. ഇപ്പം നമ്മുടെ കുടുംബത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു മൃഗം നമ്മുടെ ഒരു കുടുംബത്തിൽ നമുക്കൊരു അവസ്ഥ ഉണ്ടാക്കി, പബ്ലിക് റോഡിലിട്ട് അവളെ നാണം കെടുത്തി, നമ്മൾ പാടുപെട്ട് എന്നിട്ട് അവളെ വേറെ ആരുടെയോ കയ്യിൽ നമ്മൾ കെട്ടിച്ചയച്ചു. അന്നേരം ഇവൻ നിന്ന് ഞായറാഴ്ച ഇവൻ അർപ്പിക്കുന്ന കുർബാന നമ്മൾ പോയി നിന്ന് കാണുമോ? അവരെ കൈമുത്തുവോ? അവൻ നമ്മുടെ അതിരത്തിൽ വെച്ച് തരുന്ന കുർബാന നമ്മൾ ഏറ്റുവാങ്ങുമോ? അന്നേരം അതാ പറഞ്ഞത്, ഇത് നമ്മുടെ കുടുംബത്തിലല്ല, ആരാണ്ടന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച് കാണാൻ രസം പോലെ ഏതോ ഒരു കുടുംബത്തിൽ ഇതുണ്ടായി. അതുകൊണ്ട് ഇയാൾ നല്ലവനാണ്, അയാൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്, അവരുടെ ഭാവി ഓർക്കണം എന്ന് പറയുമ്പോൾ ഇയാൾ എന്തുകൊണ്ട് അത് ഓർത്തില്ല? ഇതുപോലെ ഏതോ ഒരു അപ്പന്റെ മകളല്ലായിരുന്നു അത്. ശരിയാണ്.
പക്ഷെങ്കില് നമ്മളൊക്കെ ഇതിപ്പോ ചില സമയത്ത് ചിലപ്പോൾ ചെറുത്താനൊക്കെ മനുഷ്യനിൽ കടന്നുകൂടും. ഈ ചെറുത്താൻ ഇതൊക്കെ കാണുമല്ലോ. ഇങ്ങനെയുള്ളവരും നമ്മുടെ ഗോവിന്ദച്ചാമിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അങ്ങനെ ഗോവിന്ദച്ചാമിമാരെയൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ സെമിനാരിൽ എടുക്കണം. ആ പുള്ളി ഇപ്പൊ അനുദപിച്ചു എന്ന് പറഞ്ഞാൽ മതിയില്ല. പുള്ളി പറയുകയാണ് എനിക്കിതാ പശ്ചാത്താപമുണ്ട്, ഞാൻ ചെയ്തതിൽ എനിക്ക് പശ്ചാത്താപമുണ്ട്. കർത്താവും പറഞ്ഞേക്കുന്നത് നിങ്ങളിൽ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. പശ്ചാത്തലം തീർച്ചയായിട്ടും പുള്ളിക്ക് ഉണ്ടായിരിക്കും, ഉണ്ടായിക്കാണും, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ പശ്ചാത്താപം ഉണ്ടാകും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ സുനിലിനോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സുനിലിനെ വലിയ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മോനും കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാ ദിവസവും ഞാൻ എന്നും ഡെയിലി ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് സുനിൽ. പക്ഷെങ്കിൽ ഞാൻ കാല് പിടിച്ച് പറയുക, ഈ ഒരു ഇതിൽ നിന്ന് കാരണം ആ വലിയ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് ഓർക്കുന്നത്. അച്ഛൻ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് എല്ലാവരും കേൾക്കാൻ നമ്മളിത് കൊടുക്കണമെന്ന്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈദികനെ എനിക്ക് പേഴ്സണലി അറിയില്ല. അദ്ദേഹം എൻ്റെ മുൻജന്മ ശത്രുവല്ല, അയാൾ എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഈ കാര്യം നമ്മളത് കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പക്ഷെ ആ ധാർഷ്ട്യം കൂടെ നോക്കണം. അദ്ദേഹത്തെ ആ ഇടവകക്കാരത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത്ര അവര് സഭാധ്യക്ഷന് വരെ പരാതി കൊടുത്തു, മെത്രാന് പരാതി കൊടുത്തു, എല്ലാ സഭയുടെ പ്രധാനപ്പെട്ട സ്ഥാനികൾക്ക് കൊടുത്തു. പക്ഷേ പോലീസിനെ വരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് അവിടെ ബലമായി അവരെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. ആ ധാർഷ്ട്യം, അതിനോട് അച്ഛൻ എന്ത് പറയുന്നു? നമ്മുടെ സഭ ഒന്നാണെങ്കിലും ഒരു പള്ളിയിൽ തന്നെ എത്ര ഗ്രൂപ്പാണെന്നറിയോ? അച്ഛന്മാരുടെ ഗ്രൂപ്പ് കാണും, ചിലർ പല ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് കൂടുതൽ കളിക്കുന്നത്. അതുകൊണ്ട് അല്ല ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ഇപ്പോൾ ആ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ റീസൺ ഉണ്ട്. 12,000 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണെന്ന് പറയുന്നു. അങ്ങനെ ഇതുപോലൊരു ഞരമ്പ് പാതിരിയെ അവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ പെൺകുഞ്ഞുങ്ങളുള്ള ചിലപ്പോൾ അവരുടെ ചില കൺസേൺ അവർ റൈസ് ചെയ്ത് അത് അഡ്രസ് ചെയ്യേണ്ട കാര്യമല്ലേ? അതല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണ് ഇത്രയും ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് എന്നാൽ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്താം. ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കണം, അല്ലെ അവരുടെ കുടുംബം പട്ടിണിയായി പോകുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് എന്തുമാരം പ്രസ്ഥാനങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളുണ്ട്, എസ്റ്റേറ്റുകളുണ്ട്, മറ്റ് പ്രസ്ഥാനങ്ങളുണ്ട്. അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പണികൾ കൊടുത്താണെങ്കിൽ അവരെ പുനരുദ്ധരിപ്പിക്കാമല്ലോ. ഇങ്ങനെയുള്ള ഞരമ്പുകളെയൊക്കെ അങ്ങനെ സംരക്ഷിക്കട്ടെ. ജനങ്ങളുടെ മണ്ഡലം എന്തിനാണ് കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നത്? അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സഹാനുഭൂതിയുള്ള ഒത്തിരി പേര് ചിലപ്പോൾ ഇങ്ങനെയുള്ള പീഡനത്തിൽ പെട്ട് മനം നൊന്ത് കഴിയുന്നവരെ സഹായിക്കാൻ താല്പര്യമുള്ള എത്രയോ ആളുകൾ കാണും. അവർ സഹായിക്കട്ടെ. ഇപ്പൊ നമ്മളൊരു പബ്ലിക് മണിയാണിത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് ആ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിന്റെയും അല്ല. അവിടെ ഇപ്പോൾ ഒരു 500 ഇടവക്കാരുണ്ടെങ്കിൽ 500 പേരുടെയും ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യപ്പെടണം. അതിനകത്ത് ഇപ്പം മെത്രാന്റെ കൂടെ അച്ഛന്റെ കൂടെ ഭൂരിപക്ഷം നിൽക്കുന്നു, ബാക്കിയുള്ള ഒരു മൈനോറിറ്റിക്കാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരെ ഇഗ്നോർ ചെയ്യാൻ നോക്കിയാൽ അവർ റിവോൾട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള ഇഷ്യൂസിന്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നെഗ്ലിജൻസും അതവർ റിവോൾട്ട് ചെയ്യും. അവർ റിവോൾട്ട് ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇത് ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ആ പള്ളിയിൽ അമിക്കബിൾ ആയിട്ട് ഇപ്പോ എന്തെങ്കിലും തരത്തിൽ ഒരു സാമാന്യ ബോധമുള്ള ഒരു ആണാണെങ്കിൽ അവിടെ ഉള്ള മെത്രാൻ സാമാന്യ ബോധമോ അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ്ലി വേറെ ആരെയും പേടിക്കാതെ ഡിസിഷൻ എടുക്കാൻ പറ്റാവുന്ന ഒരാളായിരുന്നുവെങ്കിൽ അത് അമിക്കബിൾ ആയിട്ട് അവിടെ സെറ്റിൽ ചെയ്യുമായിരുന്നു. അവരെ വിളിച്ച് രണ്ടു കൂട്ടരോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു മാർഗം അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇടവക്കാരുടെ പ്രശ്നം അഡ്രസ് ചെയ്ത് അവർക്ക് കോമൺലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്നു. അന്നേരം ഒരു വിഭാഗം ആളുകൾ എന്തുമാത്രം വേദനയോടെ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. അവർക്ക് മുറിവേറ്റപ്പെട്ടു, അല്ലെ അവർ നാണം കെട്ടു എന്നൊരു തോന്നലോടുകൂടിയാണ് അവർ ആ പള്ളി എന്താ പറയുക, ഇവർ പറയുന്ന ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന സാധനം കാണാൻ വന്ന് നിൽക്കുന്നത് ഈ മുറിവോടെയാ. ഇതിലൂടെ അവരെന്താ സന്ദേശം നൽകുന്നേ? ഇതിന് ക്രിസ്തുവായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? ഇതിനെങ്ങനെ ഒരു ക്രൈസ്തവ സഭ എന്ന് നമുക്ക് പറയാൻ പറ്റും? അതിനെ ഹട്ട് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ ഇതിനെ ഞാൻ വളരെ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആംഗിളിൽ നിന്ന് പറയുകയോ അല്ല. നമ്മൾ ഇതൊക്കെ ചില അപ്രിയമായ ചില സത്യങ്ങളാ. ഞാൻ ഒരു സുനിലിന്റെ സോപ്പർസിനെ ഒരിക്കലും സംസാരിക്കത്തില്ല. ഞാൻ നല്ല കാര്യങ്ങളെ സുനിൽ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ആദ്യം ഗുജറാത്ത് ഇവിടുന്ന് 10-15 കിലോമീറ്റർ ദൂരെ ഇടവകയിലായിരുന്നു. അവിടെ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാനിപ്പോ ഇവിടെ ഈ സെൽവാസപ്പള്ളി വന്നു. കാരണം ഇതുപോലെ ചില കാര്യങ്ങളുണ്ട്. അന്ന് അച്ചായന് ചില കാര്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ ആ പള്ളി തന്നെ മാറിപ്പോയി. ഇവരെങ്ങോട്ട് ഓടും? എത്ര പേർക്ക് അങ്ങനെ ഓടിപ്പോകാൻ പറ്റും? ഉണ്ടായിരുന്നു. അതും അച്ഛന്മാരാണ് പ്രശ്നക്കാർ. ഞാൻ പറയാൻ കാരണം പറയാം. ഞാൻ എന്റെ ലാസ്റ്റ് പോയിന്റാ ഞാൻ പറഞ്ഞ പുള്ളി ഇവിടെ വന്നു കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിന് പ്രയാസവും കാര്യവും പറ്റി പോയിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടില്ല, എടുത്തില്ല പറയുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്നു ഈ ഇടവകയിൽ എല്ലാവർക്കും നല്ല താല്പര്യമായിരുന്നു. അച്ഛൻ നല്ല ഇതായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, അദ്ദേഹം നന്നായെങ്കിൽ അദ്ദേഹത്തിന് നല്ലത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നല്ലത്. പക്ഷെ നമ്മൾ അഡ്രസ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനെ
ഇവർ ഈ പറയുന്ന നമ്മളിപ്പം ഞാൻ ഒരു നാടകം കളിക്കാൻ പോയി. ഇപ്പൊ നമ്മുടെ സിനിമാ നടന്മാർക്ക് പല വീഴ്ചകൾ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ പൊതുരംഗത്തുള്ളവർക്ക് വീഴ്ചകൾ പറ്റി. ഇപ്പൊ സിനിമാ രംഗത്തുള്ള പലരും 2-3 വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളിൽ പിടിക്കപ്പെട്ട ഇഷ്യൂ ആയി, കുടുംബ ഇഷ്യൂ ഉണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, അവരവരുടെ രീതിയിൽ അത് തുടർന്നു പോകുന്നു. എന്നാൽ ഈ പൗരോഹിത്യം എന്ന് പറയുന്നതിന് വേറൊരു നമ്മളൊരു ഒരു ഒരു പരിവേഷമാണ് കൊടുക്കുന്നത്. പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ആത്മീയ തലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തലത്തിൽ അവർക്ക് ആ ബഹുമാനം നമ്മൾ കൊടുക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, അവരിൽ ആ ഒരു പ്യൂരിറ്റിയും ഒരു സാങ്ക്ടിറ്റിയും ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നൊരു സാധനമാണ് ക്രിസ്തീയ കാഴ്ചപ്പാടിലൂടെ ഇവർക്ക് നമ്മൾ നൽകുന്നത്. ഇവർ ഈ തരത്തിലുള്ള ആഭാസതരമായ എല്ലാ പ്രവൃത്തികളും ചെയ്ത് ജീവിക്കുകയും സകല കൊള്ളരുതായ്മകൾ ചെയ്യുകയും എന്നിട്ട് ഈ നൈറ്റിയുടെ മറയിൽ ഇവന്മാർ ജീവിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ളവരെ നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ടത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നാളെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ഇതുപോലെ നാളെ ഒരു ഇഷ്യൂ എന്ന് നമ്മൾ എന്ത് പറയും? ഇത് പ്രതികരിക്കണ്ട. ഇവര് പൗരോഹിത്യ ശ്രേണിയിലുള്ളവരാണ്, അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും നാശം ഉണ്ടാവും എന്നൊക്കെ ആ മൂഢ സ്വർഗത്തിലാണ്, ആ ഒരു ചിന്തയിലാണ് നമ്മുടെ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നത്. ഇവരെ ഒന്നും എതിർത്താൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകണം. നമ്മൾ അടച്ചാക്ഷേപിക്കുമല്ലോ. നമ്മൾ നല്ല ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ നല്ല പവിത്രമായ, അല്ലെങ്കിൽ നല്ല അനുകരണീയമായ ജീവിതം നയിക്കുന്നവരെല്ലാം നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നമ്മളിങ്ങനെയുള്ള പുഴുക്കുത്തുകളെ മാത്രമല്ല എക്സ്പോസ് ചെയ്തു, നമ്മൾ കാടടച്ച് വെടിവെക്കുമല്ലോ. അന്നേരം കർത്താവ് തന്നെ എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള അധമന്മാരെന്ന് തന്നെ നമ്മൾ വിളിക്കണം. അത് വിളിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമാണ്. അത് ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ച. ക്രിസ്തു എന്തിനാ ചാട്ടെടുത്ത് 32-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് ഇവന്മാര് ക്രൂശിലേറ്റി? മിണ്ടാതെ ഈ പൗരോഹിത്യ വർഗത്തിന്റെ സകല കൊള്ളരായ്മകളും കണ്ട് ഇവന്മാരുടെ ദേവാലയത്തിൽ കയറി ഇവന്മാർ നടത്തുന്ന കൊള്ളരായ്മകൾക്ക് കുടപിടിച്ച് വേണമെങ്കിൽ രാജാവായിട്ട് ആയുഷ്കാലം ജീവിച്ചു മരിക്കത്തില്ലായിരുന്നു. പ്രതികരിച്ചതിനാണ് ഇതൊന്ന് കുരിശി തറച്ചത്. അതുകൊണ്ട് പ്രതികരിക്കുന്നവനെന്നും കുരിശേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ക്രൂശ് വാങ്ങി ചുമന്നുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നതും ഈ സംസാരിക്കുന്നതും. പറഞ്ഞതിലൊക്കെ വലിയ സന്തോഷം. ഞാൻ സംസാരിച്ചതിൽ ഫോൺ എടുത്തതിനും വളരെ സന്തോഷം, മറുപടി തന്നതിനും സന്തോഷം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.